അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഈ പവിത്രമായ വേദി ഞാൻ നിങ്ങളോടൊരു കഥ പറയാം. നമ്മുടെ കഥാനായകനാരാ? അതെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒറ്റ സുഹൃത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എൻ്റെ കഥയുടെ പേര് ഒടുതുണിക്ക് മറുതുണി ഇല്ലാത്ത ജീവിതം. എല്ലാവരും കഥ ശ്രദ്ധിച്ച് കേൾക്കണേ. അന്നൊരിക്കൽ പള്ളിയിൽ ജമാഅത്ത് നിസ്കാരം നടക്കുകയാണ്. സഹാബത്ത് എല്ലാവരും ഉണ്ട്. നിസ്കാരം കഴിഞ്ഞ് പതിയാർക്കു ശേഷം റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ തിരിഞ്ഞു നോക്കി. സിദ്ദീഖ് തങ്ങളെ മാത്രം കാണുന്നില്ലല്ലോ. ഒരു ജമാഅത്ത് പോലും ഒഴിവാക്കാത്ത അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് എന്തു പറ്റി? കാര്യം അന്വേഷിക്കാനായി റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ സഹാബികളോട് പറഞ്ഞിട്ടു. സഹാബികൾ സിദ്ദീഖ് തങ്ങളെ വീട്ടിൽ ചെന്നപ്പോൾ സിദ്ദീഖ് തങ്ങൾ വീട്ടിലിരിക്കുകയാണ്, പുറത്തിറങ്ങുന്നില്ല. കാര്യം അന്വേഷിച്ചപ്പോൾ ഉടുക്കാൻ വസ്ത്രമില്ലെന്ന് പറഞ്ഞു. ഞാൻ ജമാഅത്തിനായി പുറപ്പെടുമ്പോൾ ഒരു യാചകൻ വരി എനിക്ക് തരുമോ ചോദിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ കൈ ആകെ ഉണ്ടായിരുന്ന ഒരു കൂട്ടം വസ്ത്രം ഞാൻ അവർക്ക് നൽകി. ചോദിച്ചറിഞ്ഞവരെ വെറുതെ അകറ്റരുതെന്ന് അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. പിന്നെ എങ്ങനെ അവരെ മടക്കേക്കും? അതുകൊണ്ട് എനിക്ക് പള്ളി വരാൻ വസ്ത്രമില്ലാതായി. സിദ്ദീഖ് തങ്ങൾ ഉടനെ എല്ലാ സഹാബികളോട് പറഞ്ഞു. സഹാബികൾ ഈ വിവരമായി റസൂലുള്ളാഹി അലൈഹി വസല്ലമ അടുക്കി ചെന്നു. റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ അപ്പോൾ തന്നെ ഒരു കൂട്ടം വസ്ത്രം കൊടുത്തയച്ചു. സിദ്ദീഖ് തങ്ങൾ അത് വേഗം ധരിച്ച് പള്ളി വരെയും നിസ്കരിക്കുകയും റബ്ബിനോട് ദുആ ചെയ്തു. ദ്വാന്റെ നീളം കൂടി വന്നു. കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി. എൻ്റെ റബ്ബേ, എന്നോട് പൊറുക്കണമേ, ഞാൻ അത് ജമാഅത്തായി വാക്കിപ്പോയി. അതുകൊണ്ട് റബ്ബേ, ഞാൻ സ്വർഗ്ഗത്തിന്റെ അവകാശിയല്ല, എങ്കിലും എനിക്ക് സഹിക്കാൻ. അതുകൊണ്ട് റബ്ബേ, നീ എന്നെ മോശം പുറത്തു തരണേ അല്ലാ, എല്ലാം പുറത്തു തരണേ നാഥാ, നീ എനിക്ക് പുറത്തു തരണേ അല്ലാ. എന്നിട്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു. നോക്കൂ കൂട്ടുകാരെ, എന്തൊരു ജീവിതമാണ് അവരുടേത്. ചെയ്ത തെറ്റല്ല, എങ്കിലും ശക്തമായ കാരണമുണ്ടായിട്ടും ഒരത് ജമാഅത്ത് ഒഴിവാക്കിന്റെ പേരിൽ വലിയ തെറ്റായി കണ്ട് ആ റബ്ബിനോട് ദുആ ചെയ്തു. അതുകൊണ്ടാണ് വിജയിച്ചത്. നമുക്ക് വിജയിക്കണ്ടേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ എത്ര ഫർളാണ് ഒരു കാര്യമില്ലാതെ ഒഴിവാക്കുന്നത്. അല്ലാഹു തആല നമുക്ക് തഖ്വ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.